ഹലോ, ഇതാ നമ്മള് അമ്പലത്തിൽ പോവാണ്. പാമ്പുമ്മേക്കാട്ടിൽ. അപ്പൂസേ, ഒരാളെ കാറിൽ ഇപ്പൊ തന്നെ കേറിട്ടാ കേറുമ്പോ ഡോർ തുറക്കുന്ന സാധനം പറയാ അതിവിടെ ഇല്ല. ഈ സൈഡിലായി ഇങ്ങനത്തെ ഒരു സൈഡിലായിട്ടാണ് വെച്ചതേ. തുറക്കേണ്ട സാധനം ഇവിടെ ഇല്ലാന്ന് ഈ വ്യക്തിയാണ് പറഞ്ഞാള് കേട്ടോ. ആ സാധനല്ലേ ബാക്കില് വണ്ടിക്കാര് കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി ആ സാധനം ഇല്ല, ഇതുപോലെ ആ സാധനം ഇല്ല അവിടെ നിന്ന്. എന്നിട്ട് ഞാൻ തുറന്നു കൊടുത്ത അവസാനം നമ്മളെ എവിടേക്കാ പോടാ അപ്പൂസേ? ഏതോ ഒരു അമ്പലല്ല, പാമ്പുമ്മേക്കാട്ട് അറിയൂടില്ല എന്താ ചെയ്യാ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോവാണ്. അവിടെ പോയിട്ട് തൊഴണം. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റിക്ക് നമ്മൾ KSRTC വഴി പോകണമല്ലേ. അപ്പൊ അങ്ങനെ പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ. നല്ല ബ്ലോക്കാട്ടാ. ഈ കാറുകാരന് കാർ ഓടിക്കാൻ അറിയില്ലെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ എന്താണ് ഇങ്ങനെ? ഡ്രൈവർ ശമ്പളം കൊടുത്തിരിക്കുക, വണ്ടി ശരിക്കും ഓടിക്കാനാ. അപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല തോന്നുന്നുണ്ട്. അത് കാരണം വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ. നമ്മളിതാ അമ്പലട്ടോ. ഇവിടെ നിന്ന് തന്നെ നാഗങ്ങളുടെ ഇങ്ങനെ ഒരേ രൂപം പോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നാഗത്തിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതില്ല പൂസ. കാണുമ്പോൾ തന്നെ കണ്ടോ, ഒരു കിണറിന് ചുറ്റും വലിയൊരു നാഗരിക്കണ ഒറിജിനൽ പോലെ ശരിക്കും 5 തലയുള്ള നാഗാണ് കേട്ടോ. എന്താല്ലേ എന്താടി 5 തലയുള്ള നാഗം കണ്ടോ. ബിഗ് ബോസിൽ നന്ദനാന്ന് ചിലവരൊക്കെ പറഞ്ഞു പോകണത്. ഇവള് പറഞ്ഞോണ്ടിരിക്കുക ബിഗ് ബോസ് നന്ദനാണ്. എന്താ പൂസേ, തൊഴുതില്ലേ? മനസ്സറിഞ്ഞ് തൊഴുതില്ലേ? പായസം കിട്ടി. പഴം അവിടെ, പഴം കാണിക്കി. പഴം കിട്ടി. നമ്മൾ നാഗം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. കുറച്ച് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ. നാഗമ്മയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കണ്ടോ, നല്ലൊരു അടിപൊളി വൈബുള്ള ഒരു അമ്പലമാണ്. എനിക്ക് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിപ്പിക്കാനായിട്ട് വന്നതാണ് ഞാൻ. വഴിപാടൊക്കെ കഴിച്ചു. ഇനി അടുത്ത മാസം നമുക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ ഒരു ചടങ്ങുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഒരു ആയില്യ മാസത്തിൽ എല്ലാ മാസം ആയില്യ മാസം അതിൻ്റെ ഉള്ളിൽ തുറക്കും. 5 എന്തുണ്ടെന്ന് പറഞ്ഞ പൂസ? നാഗത്തിൻ്റെ ഒരു എന്താ പറയുക, നാഗങ്ങൾ ഓരോ ഇതുണ്ടാവില്ല, 5 നാഗങ്ങളുണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞത്. കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത മാസം 17-ാം തീയതി അല്ലേ പറഞ്ഞാൽ, 17-ാം തീയതി തുറക്കും. അന്ന് തൊഴാം. 9 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് തൊഴുതോ. നല്ലൊരു അമ്പലമാണ്. നമുക്ക് നാഗങ്ങളുടെ വല്ല ഒരു ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തൊഴുതാലും മതി. എന്തോ ഒരു തോണ്ടി കാണിച്ചു തരണേ, എന്തോ ലൈറ്റിൻ്റെ രാത്രി ലൈറ്റ് എത്തും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലെ പൂസ എന്താ നിൽക്കുക വേണ്ടേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു മാക്സിമം വർത്താനം. നമ്മൾ നല്ല കഞ്ഞി മേടിച്ചു കൊടുക്കുക പൂസ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി, മനസ്സ് നിറഞ്ഞ് തൊഴുതു. എന്താ പറയുക, എല്ലാ വഴിപാടുകളും കഴിച്ചു. അമ്മ വിളിച്ചപ്പോഴാണ് ഒരു വഴിപാടിൻ്റെ കാര്യം ഞാൻ മറന്നു. എന്നിട്ട് അമ്മ വിളിച്ച് പറഞ്ഞത് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പം തന്നെ കാർ തിരിച്ചു പോയി ചെയ്തിട്ട് വന്നു. പക്ഷെ അതെനിക്ക് അറിയണ്ടായിരുന്നില്ല അതിന് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു പെരുന്നാളൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൂസേ ഇങ്ങോട്ട് ഇവരെന്നെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്നോട് പറയാം 36 കിലോമീറ്റർ ഉണ്ട്. നിനക്ക് ആഗ്രഹമല്ലേ പോണെന്ന്? കടാ അപ്പൊ ദൂരം വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറുള്ള ഓടുന്നു. ഇവര് രണ്ടാള് ഞാൻ ഇറക്കി വിട്ടിട്ട് ഞാൻ വേറെ ചേട്ടന്മാരെ വിളിച്ച് കാറിൽ കഴിച്ചായിരുന്നു. ആള് കയറുന്നു. അപ്പൊ നമ്മൾ അവിടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം. കൊണ്ടുവന്നറിയില്ല. ഫുഡ് കഴിക്കാൻ പോകണം നമുക്ക്. എന്നെ മുട്ടിപ്പിക്കാൻ വേണ്ടിട്ടേ ഇവള് വയറ് കടെടുത്ത് വന്നേക്കാൻ തോന്നുന്നുണ്ട്. എവിടെ നീ വയറ് കടെടുത്ത് വന്നേക്കണോ? ആണോ? ഈശ്വര വിശപ്പുണ്ട് കഴിച്ചു. ഇഡ്ഡലി 10 എണ്ണം കഴിച്ചു വന്നിട്ട് ഇപ്പൊ പറയട്ടെ നല്ല വിശപ്പ്. എത്ര എണ്ണം കഴിച്ചു? ഒരു ഇഡ്ഡലിന്ന്. ആ ഒരു ഇഡ്ഡലിയുടെ വലിപ്പം കണ്ടിട്ടോ? തൊട്ടിലി വന്ന് വലിയ ഇഡ്ഡലിയാ. അപ്പോ നമ്മള് ഫുഡ് കഴിക്കണം. ആ സ്ഥലത്തേക്ക് പോണം. ആ സ്ഥലം എന്നൊന്നും പറയല്ലേ, എല്ലാവർക്കും അറിയണ സ്ഥലം തന്നെയല്ലേ. അത് ഞാൻ കാണിച്ചത്. ഇവര് ഓർഡർ ചെയ്തതേ ഇറച്ചിച്ചോറ്, ബിരിയാണി, പൊറോട്ട, ബീഫ് എന്നൊക്കെ. ഇത്രയല്ലേ പിന്നെ എന്തിനാ ഞാൻ കൊണ്ടുവന്ന പൂസേ? എന്തിനോ ഞാൻ വേണ്ടി കൊണ്ടുവന്നു നിർത്തേക്ക്. അമ്പലത്തേക്ക് എന്താ ചിക്കനൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ഞാൻ ഇവിടെ സദ്യ കഴിക്കണേ. ബിരിയാണി കഴിക്കണേ.
വെജ് ബിരിയാണി പറഞ്ഞ ഇറച്ചി ബിരിയാണി എന്താ ഒരു ചിക്കൻ ബിരിയാണി പിന്നെ പൊറോട്ട പിന്നെ ഒരെണ്ണം ഇറച്ചി ബിരിയാണി ഇറച്ചിച്ചോറ്. അപ്പോ നമ്മള് കഴിക്കട്ടെ. ഞാൻ അപ്പൂസിന്റെ പൊറോട്ട ബീഫ് എത്തിയിരിക്കുകയാണ്. സ്മെല്ലൊക്കെ ഉണ്ട്. എന്ത് സ്മെല്ല് നോക്കണം. അവള് പൊറോട്ടയും ബീഫും മാത്രമേ കഴിച്ചു. ടേസ്റ്റ് നോക്കി കഴിക്ക് ടേസ്റ്റ് നോക്കണേ. ഒരു കഷ്ണം എടുക്കുക അങ്ങനെ പറ. ബിരിയാണി ഇത് ഇറച്ചിച്ചോറ് ടേസ്റ്റ് എന്താ? കൊള്ളാം. കുടിക്കുമ്പോൾ പറയച്ചോ. അങ്ങനെ തന്നെ ബിരിയാണി എത്തിയിരിക്കണം ഗൈസ്. ഞാൻ ബിരിയാണി അവസാനം വയ്ക്കും. അപ്പസ് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക. പിന്നെ മീക്കാനുള്ള സമയം നല്ലത് പൊട്ടിക്കരുത്. അങ്ങനെ എൻ്റെ ബിരിയാണി എത്തി. നിന്നോട് ആരടി വയ്ക്കാൻ പറഞ്ഞ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാ. അപ്പം ഞാൻ പൊട്ടിച്ചിങ്ങനെ പാത്രത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കാറുള്ളൂ. കഴിച്ചോട്ടെ. ചൂടുണ്ടല്ലേ. കുഴപ്പമില്ല. നോർമൽ ബിരിയാണി. അപ്പം ചോറും പൊറോട്ടയും ബീഫൊക്കെ ഇഷ്ടം. കുഴപ്പമില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എത്തി. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ എത്തി. നമ്മളങ്ങനെ പോവാണ്. കുറേ കപ്പിൾസൊക്കെ കിട്ടും. നല്ല കാലാവസ്ഥ. അടിപൊളി കാലാവസ്ഥ. കുറേ മാനേജ് എന്നൊക്കെ പക്ഷേ കാണിക്കുന്നത് നൈറ്റ് ഒക്കെ വന്നാൽ ഇവിടെ വഴിയിലൊക്കെ ആനയുടെ ശല്യമൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നൈറ്റ് വണ്ടിയൊന്നും കയറ്റി വിടില്ല. കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ. ഈ പോണ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടും. ഉപ്പിലിട്ടല്ലേ ഒന്ന് നിർത്തൂ. ഉപ്പിലിട്ട് തന്നെ റൂനാണ് ഈ കാർ ഓടിക്കുന്ന ചേട്ടൻ. നാളുണ്ടോ മനുഷ്യൻ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പിലിട്ട് കണ്ട് നിർത്തിയില്ല. ഇവിടെ ഗൈസ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരാൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരാൾ കാണിച്ചു തരട്ടെ. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ഉറക്കാം. ഫുഡ് അടിച്ചുറങ്ങുന്നത് ആ സ്ഥലം നമ്മളുള്ള കാണിക്കുക തോന്നുന്നുണ്ട്. ഇവൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല തോന്നുന്നുണ്ട് ആ സ്ഥലത്തേക്ക്. നല്ല ഉറക്കാം. ഇവിടെ കൊണ്ടുണ്ടല്ലോ നമുക്ക്. ഇരുന്ന് ഉറങ്ങട്ടെ. അവിടെ എത്തുമ്പോൾ വിളിക്കാം പാവം. അപ്പൊ നമ്മൾ എത്തിയേക്കാണ്. ഇവിടെ ഒരാൾ കണ്ട ലിപ്സ്റ്റിക് ഉറക്കത്തിൽ നിന്ന് ഇട്ടിട്ടേ ഉറക്കപ്പിച്ചൊന്ന് പോവാനായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പാവാടയൊക്കെ ഇട്ടാ പുസ് പാവാടയൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. കമ്മലൊക്കെ ഊരിയിട്ട് പതക്കം പോലത്തെ കമ്മലൊക്കെ ഇട്ട് വന്നിട്ട് പറയില്ലേ, മറ്റേ പറക്കും തള്ളിയിൽ പറയില്ലേ, പതക്ക അതുപോലെ വലിയ കമ്മലൊക്കെ ഇട്ട് വന്നേക്കാ ഒരാള്. നമ്മൾ ഞാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എത്തിയ സ്ഥലം പറഞ്ഞ സ്ഥലം ഇതാ എത്തിയിരിക്കുന്നു ഗായ്സ്. അതിരപ്പള്ളി. ഏത് പള്ളി? അതിരപ്പള്ളി. നമ്മൾ അതിരപ്പള്ളിക്കാണ് വന്നിരിക്കുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് കണ്ടില്ലേ. ഇതെന്ത് ജീവിയാന്ന് ഇതിന്? മലയണ്ണാൻ കണ്ടില്ലേ. നല്ല രസമുണ്ട്. എന്തോ ഒരു തിന്നോണ്ടിരിക്കുകയാണ്. എന്തോ വലിയ കാര്യത്തില് ആള് കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ. എന്തോ കഴിക്കണേ അത്. അപ്പൊ നമ്മള് അതിരപ്പള്ളി എത്തി. ഇവിടുന്ന് മൊത്തം നടക്കാണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ അപ്പൂസ് തളർന്ന അപ്പൂസെ. ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും അപ്പൂസിന് വയ്യ. ഞാൻ അപ്പോൾ വീഴുന്നു ഇവിടെ ഫുഡ് കഴിച്ച അപ്പൂസിന്റെ പൊറോട്ടയൊക്കെ ഇപ്പോൾ തിരിച്ച് പുറത്തേക്ക് വരും. നമ്മളിതാ ഇത്രയൊരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ശരിക്കും അയ്യോ കൂട്ടുകാരന്മാരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൂസ് നിന്റെ ഫ്രണ്ട്സ്. അപ്പൂസിന്റെ നല്ല ചങ്കാണ് കേട്ടോ ഇത്. കണ്ടില്ലേ അപ്പൂസ് തിരിഞ്ഞു നോക്ക്. അപ്പൂസ് കൊണ്ടുപോയി ബാക്കിൽ വരണ്ടേ. അപ്പൂസിന്റെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട്. അപ്പൂസിന്റെ ഫ്രണ്ട്സ്. അപ്പൂസ് നിന്റെ വിളിക്കുന്നു. ചെല്ല് വിളിക്കണു. നിന്റെ അച്ഛൻ വിളിക്കണു. അമ്മ വിളിക്കണു. നമ്മൾ അതിരപ്പള്ളി എത്തുമ്പോൾ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കണം. ഇവര് ഓക്കെ ലൽസലം. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വന്നിരിക്കുകയാണല്ലേ. അപ്പൂസിന് പൊറോട്ട കഴിഞ്ഞപ്പോൾ അത്ര ഐസ്ക്രീം അടുത്തത്. കുരങ്ങും കൊണ്ടുവന്നിൻ്റെ ഐസ്ക്രീം. അപ്പം നമ്മളിത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ ഒരാൾ പടക്കായ നിന്ന് വീണിട്ട് അവിടെ കുരങ്ങ് നിൽക്കുന്നുണ്ട്. ഐസ്ക്രീം കുരങ്ങിന് കൊടുക്കരുത്.
വേണ്ട ഇത്ര സാമർത്ഥ്യ എന്ത് സാമർത്ഥ്യത് ഇപ്പൊ ഐസ്ക്രീം തരില്ല ഒരു ഐസ്ക്രീം 40 രൂപ കടിക്കോ വന്നിട്ട് തരില്ല എവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ഐസ്ക്രീം തരാൻ പാടില്ല നിങ്ങൾക്ക് തന്നാലും എന്താ പ്രശ്നം ഉണ്ടാവില്ലേ പെട്ട അവസ്ഥയിലായി കൊരങ്ങനെ ഐസ്ക്രീം കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് കൊരങ്ങന്റെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞു എന്റെ മേത്തൊക്കെ ഐസ്ക്രീം കൊരങ്ങനെ ഇവള് കൊരങ്ങനെ കൊടുക്കണേ ഇവൾക്ക് കഴിക്കണേന്ന് അറിയില്ല എന്റെ മേത്തൊക്കെ ഒക്കെ കൊരങ്ങനാണെങ്കിലോ ദേഷ്യപ്പെട്ട് നിൽക്കാം വീഡിയോയില് നിങ്ങൾക്ക് അതെ എന്റെടാ ഞാൻ ഐസ്ക്രീം കൊരങ്ങനെ അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തി ശരിക്കുള്ള മെയിൻ സ്ഥലത്താണ് നമ്മൾ പോകാൻ കാണുന്നത് ആർക്ക് അവിടെ കാണാൻ കൂടി ഇല്ല അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണിച്ചു തരാം വെള്ളച്ചാട്ടം ഒരാളാ അതിരപ്പള്ളി വന്നിരുന്നത് പാവാടി കിട്ടി ബ്ലൗസ് പൂജ ഇടുന്ന പൂജ എക്സ്ക്യൂസ് മീ ഞങ്ങള് പ്ലാൻ ചെയ്യാനാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ അങ്ങനെ കിടക്കില്ലെന്ന് തോന്നിട്ടില്ല എല്ലാ പ്രാവശ്യം കിടത്തിയിരുന്നു ഇപ്രാവശ്യം എന്താവും അങ്ങനെ കെട്ടിയിട്ടേക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അങ്ങോട്ട് കിടത്തിയിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാൻ സുഖമായിരുന്നു ഇപ്പോൾ ഫുള്ള് അവിടെ അടച്ചിട്ടേക്കാണ് നല്ല രസം അപ്പം എല്ലാവരും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ വെള്ളം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ നമുക്ക് കുളിക്കാൻ തോന്നുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാനില്ല കേട്ടോ അവര് അവിടെ പോയി നമുക്ക് നോക്കാം ഫ്രണ്ടിലെത്തി അടുത്തെത്തോളം നമുക്ക് നോക്കാം മാക്സിമം നമ്മുടെ അതിരപ്പള്ളിയുടെ മനോഹരിത നിറഞ്ഞ വെള്ളച്ചാട്ടം ഇതാണ് ഗായ്സ് കണ്ടോ അങ്ങോട്ട് അവിടെ പോകാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഇവിടെ കെട്ടിട്ടേക്കാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട് ഇതൊക്കെ ഇവിടെ തളർന്ന് ഇരിപ്പായി ഇവിടെ ഒരാള് ഫോട്ടോ എടുക്കുന്നവിടെ അങ്ങനെ അതിരപ്പള്ളി എന്ന സ്വപ്നം നടന്നു അവിടെ എനിക്ക് അടച്ചു വിടുന്നില്ല ഗൈസ് അവര് അവിടെ അടച്ചിട്ടേക്കും അത് കാരണം നമുക്ക് എന്താ പറയുക ഇപ്പോൾ വെള്ളം മഴയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ആൾക്കാർ ഒഴുകി പോകണ്ടെന്ന് വെച്ചിട്ട് അവിടെ അത് കെട്ടിയിട്ടേക്കാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മളപ്പോൾ വെയിൽ കൊണ്ട് കറുത്തു അപ്പോൾ ഇനി ഒന്ന് തിരിച്ച് പോവാണ് ഇതെന്ത് പട്ടി തുമ്മുന്നു ആ പട്ടി ഇങ്ങനെ അശി എന്നിട്ട് തുമ്പി അപ്പോൾ നമ്മളിനി മുകളിൽ കയറാണ് വെള്ളമൊക്കെ വീട്ടിൽ തുപ്പണമാണോന്ന് അറിയില്ല വലിയൊരു വെള്ളമൊക്കെ വീട്ടിൽ അപ്പോൾ നമ്മളിനി വീട്ടിൽ പോവാണ് അങ്ങനെ അതിരപ്പള്ളി യാത്ര കഴിഞ്ഞു എൻ്റെ അമ്മേൻ്റെ പൂജ അത്രയും വയ്യണ്ടായി നടന്നു എന്താ കാര്യം വെച്ചാൽ നമ്മൾ അമ്പലത്തിലും പോയി പിന്നെ അവിടെയും ഇവിടെയൊക്കെ കറങ്ങിന്ന് വന്നപ്പോൾ അതിരപ്പള്ളിക്ക് കയറുമ്പോഴേക്ക് കയറിയിട്ട് ഇറങ്ങാൻ കുഴപ്പമില്ല കയറാൻ എൻ്റെ അമ്മേ എല്ലാവരും പറഞ്ഞ ഇറങ്ങാൻ കുഴപ്പമില്ല ഇറങ്ങാൻ കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് അപ്പൂസിന് ഐസ്ക്രീം കഴിക്കില്ലേ അപ്പൂസ് ആശിച്ച് നശിച്ച് മേടിച്ച ഐസ്ക്രീമാ എന്നിട്ട് അപ്പൂസ് മറ്റേ കൊരങ്ങനെ വേണമെന്നുള്ള ഇതിൽ നിൽക്കണം അപ്പൂസ് കൊരങ്ങനെ അവിടെ കൊടുക്കാൻ പാടില്ല ഫുഡൊന്നും അങ്ങനെ നമ്മള് വീട്ടിൽ പോവാണ് അല്ല അപ്പൂസ ഇനി ഇവിടെ വീട്ടിലിറക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ